അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷവും സമാധാനവുമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവ് ഇന്ന് ലോകത്ത് മനുഷ്യൻ ആധുനികമായി സംഭരിച്ചിട്ടുള്ള കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാ പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും എല്ലാ കണ്ടെത്തലുകളും എല്ലാം മനുഷ്യൻ്റെ നുത്ക്ക് എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ കണ്ടെത്താൻ, പഠിക്കാൻ, അറിയാൻ, ഗവേഷണം നടത്താൻ, പര്യവേഷണം നടത്താനുള്ള മനുഷ്യൻ്റെ കഴിവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം അത് കാലത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളെയും അതിജയിച്ച് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർക്കും അറിയാനും പഠിക്കാനുമുള്ള വലിയ ആഗ്രഹമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ശാസ്ത്രീയമായ, സാങ്കേതികമായ, സാമൂഹികമായ വളർച്ച. എന്നാൽ അറിവിൽ ഏറ്റവും പ്രധാനമായതും പ്രസക്തമായതുമായ അറിവ് അത് ഈ ഭൂമിയെ, ഈ സംവിധാനങ്ങളെ, ഈ ലോകത്തെ മുഴുവനും പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച്, സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് ഒരു മനുഷ്യന് അറിവ് കരസ്ഥമാക്കാനുള്ള മാത്രം താല്പര്യം കൊണ്ട് കരസ്ഥമാക്കാനാവില്ല. മറിച്ച് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. മഹാനായ ഗസാലി ഇമാമ് പറയുന്നത് കാണാൻ കഴിയും, ഇഅ്ലം, നിങ്ങൾ അറിയുക, അന്ന മഹല്ലൽ ഇൽമി ഹുവ കൽബുൻ, അറിവിൻ്റെ സ്ഥാനം, കേന്ദ്രം അത് ഹൃദയമാണ്. വഹുവ കൽമിർ ആത്ത്, ആ ഹൃദയമാകുന്നത് കൽമിർ ആത്ത്, അതൊരു കണ്ണാടി പോലെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വശഹുവാത്തു വല്ലുലുമാതുല്ലത്തി തുസവ്വിദു വജ്ഹൽ മിർ ആത്ത്, ശരീരത്തിൻ്റെ താല്പര്യങ്ങളും മനസ്സിനെ ബാധിക്കുന്ന ഈ മാനസിക രോഗങ്ങളും, കിബർ, അസദ്, റിയാ, ഉജുബ്, ഇത്തരം മാനസിക രോഗങ്ങളും ഹൃദയമാകുന്ന കണ്ണാടിയെ കറുപ്പിച്ച് കളയും. അറിവിനെ സ്വീകരിക്കാനുള്ള, അറിവിനെ പഠിക്കാനുള്ള, അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ സാമീപ്യത്തെക്കുറിച്ചും അറിയാനും പഠിക്കാനുമുള്ള താല്പര്യത്തെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അറിവിനെ സ്വീകരിക്കുക എന്നാൽ, അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നാൽ ആദ്യം നല്ല സലീമായ കൽബോടുകൂടി കൽബ് ശുദ്ധീകരിക്കുക എന്നതാണ് വളരെ പ്രധാനമായ കാര്യം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഒന്നാമത്തെ ഗുണം അത് നല്ല സ്വഭാവമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് ഏറ്റവും മികച്ച ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അൽ അമീൻ, സത്യസന്ധൻ എന്നായിരുന്നു. നല്ല സ്വഭാവം, ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അൽ അമീനായ, ഹുസ്നുൽ ഖുൽഖായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് നുബുവത്തിൻ്റെ, ഇസ്ലാമിൻ്റെ, നുബുവത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ എല്ലാ കവാടങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സിന് ശേഷം തുറന്നു വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് അറിവ് സ്വീകരിക്കാൻ, അറിവിനെ കരസ്ഥമാക്കാൻ, അറിവ് ഒരനുഭൂതിയായി ജീവിതത്തിൽ പകർത്തി കൊണ്ടുപോകാൻ ആദ്യമായി വേണ്ടത് അത് ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവമാണ്, നല്ല മനസ്സാണ്. കിബർ, അസദ്, റിയാ, ഉജുബ്, ഇത്തരം മാനസിക രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല കൽബാണ്. അത്തരം കൽബുള്ള ആളുകൾക്ക് മാത്രമേ അറിവ് കരസ്ഥമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അറിവ് ജീവിതത്തിൽ ഒരു അനുഭൂതിയായി കൊണ്ടു നടക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അറിവെന്ന് പറയുന്ന ഏറ്റവും മൂല്യമുള്ളതിനെ കരസ്ഥമാക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി